കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമ PMLA പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിൽ ശാസ്ത്രീയ തെളിവുകളുടെയും മൊഴികളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിൽ നടത്തിയ ചോദ്യം ചെയ്യൽ 8 മണിക്കൂർ നീണ്ടു. കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നറിയാനുള്ള ചോദ്യം ചെയ്യലിന് ഡൽഹിയിൽ നിന്നുള്ള ED ഉദ്യോഗസ്ഥർ വലിയ മുന്നൊരുക്കം നടത്തിയിരുന്നു. ഭർത്താവും മുൻ മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസിനൊപ്പം ബുധനാഴ്ച രാവിലെ 10 മണിയോടെ വീണ EDയുടെ കൊച്ചി ഓഫീസിൽ ഹാജരായത്. റിയാസ് പിന്നീട് തിരിച്ചുപോയി. ചോദ്യം ചെയ്യലിനുശേഷം രാത്രി 7:50 വീണ മടങ്ങിയത്. വീണ ഹാജരായത് കണക്കിലെടുത്ത് പനമ്പിള്ളി നഗറിലെ ED ഓഫീസ് പരിസരത്ത് കേന്ദ്രസേനയും കേരള പോലീസും ചേർന്ന് വൻ സുരക്ഷാ സന്നാഹമൊരുക്കിയിരുന്നു. ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് പിണറായി വിജയന്റെ വസതിയിൽ പരിശോധനയ്ക്കെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും വാഹനങ്ങൾ തകർക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് മുമ്പില്ലാത്ത വിധം സുരക്ഷ ശക്തമാക്കിയത്. രാവിലെ മുതൽ മാധ്യമപ്രവർത്തകരുടെ വൻ പട ED ഓഫീസിനു മുന്നിൽ നിലയുറപ്പിച്ചിരുന്നു. എന്നാൽ രാവിലെ അകത്തേക്ക് കയറുമ്പോഴോ മടങ്ങുമ്പോഴോ വീണയുടെ പ്രതികരണമെടുക്കാൻ മാധ്യമങ്ങൾക്ക് സാധിച്ചില്ല. സ്വകാര്യ കരിമണൽ കമ്പനിയായ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൽ ലിമിറ്റഡിൽ ഓഫ് CMRൽ നിന്ന് വീണ മാനേജിംഗ് ഡയറക്ടറായ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന സ്ഥാപനം സേവനമൊന്നും നൽകാതെ 2.78 കോടി കൈപ്പറ്റിയെന്നും CMRLന്റെ സഹോദര സ്ഥാപനമായ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് 50 ലക്ഷം രൂപ വായ്പ നേടിയെന്നും ഇത് കള്ളപ്പണ നിരോധന നിയമപ്രകാരം കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ച പണത്തിന്റെ പരിധിയിൽ വരുമെന്നുമാണ് ED കേസ്. ഈ മാസം 12-ന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് വീണക്ക് ആദ്യം ED നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ആരോഗ്യപ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അവധി ആവശ്യപ്പെട്ടതിനാൽ രേഖകൾ സഹിതം ബുധനാഴ്ച ഹാജരാകാൻ നിർദ്ദേശിക്കുകയായിരുന്നു. SFIO ശേഖരിച്ച തെളിവുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിലായിരുന്നു ED ചോദ്യം ചെയ്യൽ. ആവശ്യമെങ്കിൽ വീണയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിക്കുമെന്ന് ED വൃത്തങ്ങൾ വ്യക്തമാക്കി.